मैंने राक्षसों के बारे में सुना था। पहली बार एक राक्षस को देखा, उसके बारे में कोई लिखना या पढ़ना नहीं चाहिए। उसका कोई नामो निशान इतिहास के पन्नों में नहीं रहना चाहिए। I am enforcing the army and signing a death warrant of the biggest criminal in India. ആനന്ദ്, ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിൽ താങ്കളുടെ ഭാവനയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ഇത് വല്ലതും ആളുകൾ ഓർമ്മിക്കൂ, ഇത് വായിക്കൂ. 1000 വർഷങ്ങളായി സ്വർണ്ണ സാമ്രാജ്യം എവിടെയാണെന്നറിയാതെ എത്രയോ രാജാക്കന്മാർ അതിനെ അന്വേഷിച്ച് എത്ര സൈന്യങ്ങളെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ആർക്കും അത് കണ്ടെത്താനായില്ല. അതിന് കഴിഞ്ഞിരുന്നെങ്കിൽ അവൻ മറ്റുള്ളവരെക്കാൾ വലിയ രാജാവാകുമായിരുന്നു. അങ്ങനൊരാളെ പറ്റിയാണ് ഞാനിതിൽ എഴുതിയിട്ടുള്ളത്. ഇത് ഭാവനയല്ല, യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു വസ്തുവിനെ സാധിക്കും. എവിടെയാണ് ആക്ച്വൽ എൽ ഡൊറാഡോ? നാട് കാണാൻ വരുന്നവൻ നാടിനെ പറ്റി അറിയും. നാട് ഭരിക്കാൻ വരുന്നവൻ അവനാരാണെന്നറിയും. സർ, അവൻ റൌഡിയാവുന്നതിന് മുമ്പ് ബോംബെയിലെത്തിയപ്പോൾ വേറൊരു പേരായിരുന്നല്ലോ, രാജകൃഷ്ണപ്പ ബേരിയ. അത് റോക്കി ചെയ്ത എങ്ങനെയാണ് സർ? എനിക്ക് നീ ഒരു വാക്ക് തരണം. നീ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയണ്ട. എന്നാ നീ മരിക്കുമ്പോ അതിപ്രബലനായ സമ്പന്നനായ ഒരാളായി മരിക്കണം. അവള് ലക്ഷ്യം മാത്രം പറഞ്ഞു കൊടുത്തു. എന്നാൽ അതിലേക്കുള്ള വഴി അവൻ തന്നെ കണ്ടുപിടിക്കേണ്ടി വന്നു. இன்ஸ்பெக்டர் அடிக்க எவனுக்குடா தைரியம் இருக்கு? நீ அடிப்பியா? யாரையாவது அடிச்சா போலீஸ் தேடி வருவாங்க. ஆனா போலீஸே அடிச்சா உங்களை மாதிரி டானுங்க தேடி வருவாங்க. என்னதாண்டா வேணும் உனக்கு? துனியா. പവർഫുൾ പീപ്പിൾ കംസ് ഫ്രം പവർഫുൾ പ്ലേസസ്. ബോംബെയിൽ സ്വർണത്തിന്റെ ബോക്സുകൾ റോക്കിയെ മറികടന്ന് മുന്നോട്ട് പോവുകയില്ല. സലാം റോക്കി ഭായ്, സലാം റോക്കി ഭായ്, സലാം റോക്കി ഭായ്, സലാം റോക്കി ഭായ്, ഇലാകാ തേരാ ഭായ്, തൂ ഹൈ സബ്കാ ഭായ്. സർ, 100 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന് ചെക്ക് പോസ്റ്റ് ഇടിച്ചു തീർത്തു. റോക്കിയെ അവര് പിടിച്ചു. 15 വർഷമായി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാതിരുന്ന കാര്യം നിങ്ങളുടെ മകൻ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തു. ചോരയുടെ മണം കേട്ട് പിരാന മീനുകളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. പക്ഷേ ആ മീനുകൾക്കറിയില്ല, ആ ചോര അവരെ വേട്ടയാടുന്ന ശ്രാവിന്റെ ചോരയാണ്. അവനിപ്പോ എവിടെയാ? അമ്മയുടെ മകൻ അവന്റെ മുന്നിൽ തന്നെ നിൽപ്പുണ്ട്. കൊടുങ്കാറ്റിനെ തൂക്കിടാനാകില്ല, കൊടുങ്കാറ്റിൽ നിന്ന് ഓടി ഒളിക്കണം. എന്തൊരു കിടലൻ കഥ! അവൻ ഉറപ്പായും വരും, ഒരു സംശയമില്ല. എവിടെ നിന്നാണ് ഈ സ്വർണം എത്തുന്നത്? റോക്കിക്ക് ക്യൂരിയോസിറ്റി വളരെ കൂടി. KGF-ന്റെ മേൽ മോഹമുദിച്ചു. അങ്ങനെ ആദ്യമായി KGF-ൽ കലാപത്തിന്റെ അവസരങ്ങൾ ഉയർന്നു. എന്താ നടക്കുന്നത്, ആരാ വരുന്നത്, ഒന്നും അവന് മനസ്സിലായിട്ടില്ല. ഇവിടെ എന്താണ് നടക്കുന്നത്, വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല. തന്റെ ശക്തി എന്താണെന്ന് ലോകത്തെ കാണിക്കാൻ അവൻ ഇവിടെ വന്നത്. ഞാൻ അതിലും വലിയൊരു സാമ്രാജ്യം ഇവിടെ സൃഷ്ടിക്കും. അവൻ കൊന്നില്ലല്ലോ, അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി.
ഇവിടെ സ്വർഗവും നരകവുമില്ല, നല്ലതും ചീത്തയുമില്ല, വിശ്വാസങ്ങളുമില്ല. ഇതിനെല്ലാം കാരണക്കാരൻ ഗരുഡനാണ്. മുമ്പിൽ പോരുടെ കൂടെ പൊയ്ക്കോ. ഇവരെ ഒന്നും ഇവിടെ ആരും തൊടില്ല, ഇനി തൊടുകയില്ല. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോവോ? ആ സ്ഥലത്തേക്ക്. ആ സ്ഥലം ഏതാണെങ്കിലും എവിടെയാണെങ്കിലും അവിടെ പോയി ഞാൻ കൊല്ലും. മുംബൈ ഞാൻ കൈക്കലക്കാൻ തീരുമാനിച്ചപ്പോൾ എതിർത്ത ഓരോരുത്തന്റെയും പേരെഴുതി കെട്ടി കല്ലറകൾ. ഇനി ചാവുനാൾ കുറിക്കാൻ ചേച്ച ടൈമാകയോ. ആ ഗണ്ണേത് കലാഷ്നിക്കാ. അവൻ അയാളെ കൊന്നു. അവൻ ഗരുഡനെ കൊന്നു സാർ. പവർഫുൾ പീപ്പിൾ കംസ് ഫ്രം പവർഫുൾ പ്ലേസസ്. ഗരുഡനെ കണ്ടപ്പോൾ റോക്കിക്ക് മനസ്സിലായി, ഹിയർ ഈസ് എ മാൻ ഹു കംസ് ഫ്രം ദാറ്റ് പവർഫുൾ പ്ലേസ്. നല്ലൊരു അവസരം കിട്ടിയെങ്കിലും അവനെ തീർത്തില്ല, വിട്ടുകളഞ്ഞു. KGF-നെ നേടാൻ അവനൊരു സൈന്യത്തെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റോക്കി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഗരുഡനെ കൊന്നിട്ട് കണ്ടുനിന്നവരുടെ ഒക്കെ മനസ്സിൽ ധൈര്യം നിറച്ച് അവരെയെല്ലാം സൈനികരാക്കി മാറ്റിയത്. നിന്റെ പുറകിൽ 1000 പേരുണ്ടെന്നുള്ള ധൈര്യം നിനക്കുണ്ടെങ്കിൽ നിനക്ക് ഒരു യുദ്ധം ജയിക്കാനാവും. എന്നാൽ നീ മുന്നിൽ നിൽക്കുന്നു എന്ന ധൈര്യം പുറകിൽ നിൽക്കുന്ന 1000 പേർക്കുണ്ടായാൽ ഈ ലോകം നീ കീഴടക്കും. KGF-ൽ ഗരുഡയുടെ മരണത്തിന് ശേഷം എന്ത് സംഭവിച്ചു? അങ്ങ് വായിക്കുന്നോ? അരിച്ചെടുക്കാൻ ഒരു ആൺതരി പോലും ഇല്ലാത്ത വർഗം. ഈ ഭീരുക്കളെ വെച്ച് അവൻ എന്തുണ്ടാക്കാനാ? ശരിയാണ് സാർ. അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ ഭീരുക്കളായിരുന്നു. ശക്തിയില്ലായിരുന്നു, വിശ്വാസമില്ലായിരുന്നു. മരണം ഞങ്ങളുടെ മേൽ ചുവട് വെച്ചിരുന്നു. പക്ഷേ ഞങ്ങളുടെ ശത്രുവിനെ മാരിയമ്മന്റെ മുന്നിൽ വെച്ച് അവൻ കഴുത്തറത്തില്ലേ? അന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ മരണത്തിന് മുന്നിൽ ചുവട് വച്ചാടി. അവൻ വാള് വീശി വന്നപ്പോ ഒരു കാറ്റുയർന്നു സാർ. ആ കാറ്റിന് ഞായറാഴ്ചയിലുള്ള എല്ലാവരുടെയും ജീവശ്വാസമാണ്. നിങ്ങൾക്കൊരു ഉപദേശം തരാം. ഒരു കാലത്തും നിങ്ങൾ അയാളെ എതിർത്ത് നിൽക്കാൻ പോകരുത് സാർ. നിന്റെ കപ്പന്മാര് നന്നായി സമ്പാദിച്ചു, ശരിയാ. പക്ഷെ ഒരു മിസ്റ്റേക്ക്, നിന്നെയൊക്കെ ജനിപ്പിച്ചത് എന്റെ തലമുറയിലായിപ്പോയി. ഇനി അങ്ങോട്ട് ഞാൻ ഭരിക്കും, നീയൊക്കെ നോക്കി നിന്നാ മതി. ഒരടിപിടി ഉണ്ടായാൽ ആരാദ്യം തല്ലിയെന്ന് ആരും ശ്രദ്ധിക്കില്ല. അടികൊണ്ട് ആരാണ് അവിടെ ആദ്യം വീണതെന്ന് എല്ലാവരും ശ്രദ്ധിക്കും. കണ്ണുകളിൽ എരിയും ഹൂങ്കാരതി കുണ്ടമേ, കടുകഠോരമാക്കാരിരുമ്പത്ത കൈകളെ. ചുഴലി തിരിതിരിയും ശ്വാസകാറ്റിന്റെ താളമേ, കുതറി പായു പുലി പോലെ പായുന്ന പാദമേ.
ചൊല്ലി പകരുന്നുവോ സാന്ത്വനം പിന്നിലിവനുണ്ട് പകുതിനേടുന്ന മണ്ണിലിവനുണ്ട് അഗ്നിശൈലങ്ങൾ ഇവനിലുമുണ്ട് ചതുരംഗ കളിയിൽ കാലാൾ, കുതിര, ആന, തേര്, പിന്നെ മന്ത്രിയെയും കടന്ന് അവസാനം രാജാവിനെ വെട്ടിയ കളി കഴിഞ്ഞു. കരുക്കൾ തിരിച്ചുവച്ച വീണ്ടും കളി തുടങ്ങും. അതേ നിയമങ്ങൾ, അതേ കളികൾ, പക്ഷേ പുതിയ രാജാവ്. ഇവൻ ആ ചക്രവ്യൂഹം ഭേദിച്ച് പുറത്തേക്കെത്തില്ലെന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? മീൻ വേട്ടയാടുന്നെന്ന് കരുതിയാണ് എപ്പോഴും ഇരയെ കൊത്തുന്നത്. കൊത്തുമ്പോൾ മാത്രമേ അത് ചൂണ്ടക്കൊളുത്താണെന്നറിയും. ആ ചൂണ്ട ആരിട്ടതാണെന്ന് നിനക്കറിയാലോ. രക്ഷപ്പെടാൻ ഒരു സാധ്യതയും. അവൻ എന്താ സാർ വെറുതെ നിന്നത്? അവന് രക്ഷിച്ചുകൂടായിരുന്നോ? എന്താ അത് ചെയ്യാതിരുന്നത്? ഒന്നും ചെയ്യാനാകില്ല. എനിക്ക് പേടിയാവുന്നു. ഭയന്നിരിക്കുകയല്ലാതെ വേറെന്താ നമ്മൾ ഇവിടെ ഇതുവരെ ചെയ്തത്? ഈ കോട്ടമതിൽ ഇവിടെ കെട്ടുന്നതിന് മുമ്പേ ഞാനിവിടെയുണ്ട്. അടിമകളായി ജീവിച്ച് അടിമകളായി തന്നെ മരിക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ധൈര്യം വന്നു, വിശ്വാസവും വന്നു. അവനാര്, എന്തിനിവിടെ വന്നു എന്നാലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ മനസ്സിലായി, അവൻ കെട്ടുകഥകളെ യാഥാർത്ഥ്യമാക്കുവാൻ വന്നതാണെന്ന്. കഷ്ടപ്പെട്ട് ഇതിഹാസം സൃഷ്ടിക്കാനാകില്ല. അതിനൊരു തീപ്പൊരി വേണം. എന്തിനാടാ നിൽക്കുന്നത്? വിട്ടുപോ. അന്ന് കാട്ടുതീ പടർന്നു. മരിക്കുന്നതിന് മുൻപ് അവരെന്നെ കൊണ്ടൊരു സത്യം ചെയ്യിപ്പിച്ചിരുന്നു. ആ സത്യത്തിനു വേണ്ടി ഞാൻ സ്വാർത്ഥനാകും. ഒരു ഭീരുവാകും, കൊലയാളിയാകും, ക്രിമിനലാകും, ഒരു വില്ലനുമാകും. കൊടുത്ത വാക്കിനിത് മതിയാകുമോന്നറിയില്ല. மனது விதைத்த வார்த்தை நினைவிருக்கும், மண்ணில் எங்கும் முற்கள் நிறைந்திருக்கும். தடைகள் எதையும் மகனே வென்று வா, தலையே நிமிர்ந்து பகையை கொன்று வா. അന്ന് റോക്കിയുടെ കൈവശം ഉണ്ടായിരുന്നത്ര സ്വർണം ലോകത്താരുടെ കയ്യിലും ഇല്ലായിരുന്നു. வீரா வீரா மின்னல் வாழ்வீசும் கரிகாலா, வீரா வீரா கண்கள் ஆழ்ந்தாக்கும் குருவாலா. வீரா வீரா மின்னல் வாழ்வீசும் கரிகாலா, வீரா வீரா கண்கள் ஆழ்ந்தாக்கும் குருவாலா. അവന്റെ മുന്നിലുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറ്റി അവന് വേണ്ടതെല്ലാം അവൻ നേടിയില്ലേ? പിന്നെന്താണ് പ്രോബ്ലം? Yes, Rocky had built for himself the most indestructible empire on earth. But there was one person, only one person, who could bring him and KGF down. വളരെ കഷ്ടപ്പെട്ടാണ് നിങ്ങൾ ഈ സാമ്രാജ്യം കെട്ടിപ്പടുത്തിയത്. നിങ്ങളുടെ കാലശേഷം ഈ KGF ആര് ഭരിക്കും? അയാൾ ആരെ തിരഞ്ഞെടുക്കും? ഗരുഡനെയോ അധീരയെയോ? ഈ രാജ്യത്ത് നിങ്ങളെല്ലാവരും കൂടി കുഴിച്ചു മൂടാൻ നോക്കിയ ഒരുത്തനില്ലേ? നിങ്ങൾ ഓരോ തവണ കെടുത്താൻ ശ്രമിച്ചപ്പോൾ ആളിക്കത്തിയ ഒരുത്തൻ. I'm making the ground move when I strike. I'm making the typhoon when I fight. You know how the ground move when I fight. I'm making the right move when I right too. Grinding my walk, not a thing in the mud. And every scar that I wear on my pride. Naming them out like it's part of the prayer. I let the fire smoke and eat. Make way for the king. Make all let me breathe. I read for the storm. You watch from the sheets. Make way for the king. തുനിഞ്ഞിറങ്ങിയാൽ അയാളെ ബ്രഹ്മന് തടുക്കാൻ പറ്റില്ല. Make way for the king.
ഇത് പുരാണത്തിലെ ഭൂതപ്രേത യോദ്ധാക്കൾ ഉള്ള കെട്ടുകഥയായി അവതരിപ്പിക്കില്ല. അല്ലെങ്കിൽ ഇതിഹാസത്തിൽ യുദ്ധങ്ങളോടെയോ വിജയങ്ങളോടെയോ നിറം പിടിപ്പിക്കില്ല. ഒരു കൊച്ചു ഗ്രാമത്തില് ഒരു അമ്മയുടെ പിടിവാശിയുടെ കഥയായി പറഞ്ഞേനെ. നിങ്ങൾ പറഞ്ഞ പോലെ അയാൾ ഒരു ഗ്യാങ്സ്റ്റർ അല്ല സർ. ഒറ്റയ്ക്ക് വന്ന് പൊരുതി വെട്ടിപ്പിടിച്ച മോൺസ്റ്റർ. അങ്ങനെയെങ്കിൽ അങ്ങേക്ക് ആ കഥയുടെ ബാക്കി പറയാൻ പറ്റുമോ? അയാൾ തന്നെ പറയും. It cannot go unfinished.